എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സേമിയ പാലൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഏകദേശം ഇവിടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ സേമിയ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. സേമിയ ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കലക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കട്ടകളായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സേമിയ ഇപ്പോൾ നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഐസ് കട്ടയാവുന്ന സമയത്ത് മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒന്നുകൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കിത് ഐസിൻ്റെ മോൾഡിൽ ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഐസിൻ്റെ ഈ ഒരു മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു മോൾഡ് വീട്ടിലില്ലാത്തവരാണെങ്കിൽ സാധാരണ ചെറിയ ഗ്ലാസ് വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഐസിൻ്റെ സ്റ്റിക്ക് അതിൽ ഇട്ട് കൊടുത്താലും മതി. ഓവർനൈറ്റ് ഈ ഒരു ഐസ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേ ദിവസത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു ഐസ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഐസ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഇതിൻ്റെ അടിവശം ഒന്ന് മുക്കി വെച്ചാലും മതി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്